വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലെയോ മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണിപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ പൊന്റിഫിക്കേറ്റിൻ്റെ ആദ്യ നാളുകൾ, മാസങ്ങളാണിത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പരിശുദ്ധ പിതാവിൻ്റെ സ്ഥാനാരോഹണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അദ്ദേഹം നടത്തിയ ചില പ്രസംഗങ്ങൾ, ആദ്യകാല പ്രസംഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഞാൻ അത് തുടരുകയാണ്. പരിശുദ്ധ പിതാവ് ആദ്യം തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വത്തിക്കാനുമായി ബന്ധം പുലർത്തുന്ന, നയതന്ത്ര ബന്ധം പുലർത്തുന്ന ആളുകളോട് അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഒരു സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മാർപ്പാപ്പയ്ക്ക് വിശ്വാസത്തിൻ്റെ തലത്തിൽ ആളുകളെ പ്രബോധിപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്തമുണ്ട്. കത്തോലിക്കരായ ആളുകളെ, വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മമാണ്. അതുപോലെ തന്നെ ലോകത്തിൽ ധാർമ്മികതയുടെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം എത്തിക്കാനും അതിനുവേണ്ടി ജനതയെ ആഹ്വാനം ചെയ്യാനും ഉള്ള ഒരു ചുമതല കൂടി പരിശുദ്ധ പിതാവിനുണ്ട്. അദ്ദേഹം വഹിക്കുന്ന ആ സ്ഥാനത്തിൻ്റെ ആ മഹത്വത്തിൽ നിന്ന് തന്നെ വരുന്ന ഒരു ഉത്തരവാദിത്തമാണിത്. ലോകം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. മാർപ്പാപ്പമാരത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നയതന്ത്ര പ്രതിനിധികൾ, എല്ലാ രാജ്യങ്ങളുമായി ബന്ധം പുലർത്തുന്ന അതിൻ്റെ പ്രതിനിധികളാണ്, വത്തിക്കാനിലെ പ്രതിനിധികളാണ്. അവരെ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി മാർപ്പാപ്പ പറഞ്ഞ പ്രസംഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ പിതാവ് ആദ്യമേ തന്നെ സ്വാഗതം ചെയ്ത സൈപ്രസ് റിപ്പബ്ലിക്കിൻ്റെ പ്രതിപുരുഷൻ, അതോടൊപ്പം തന്നെ ഈ നയതന്ത്ര സേനയുടെ ആ കൂട്ടായ്മയുടെ ഡീനുമായ അഭിമന്യ ജോർജ് പൗളിഡസിന് നന്ദിയും സന്തോഷവും അറിയിക്കുകയുണ്ടായി. അദ്ദേഹമാണ് കുറേ കാലമായി ഈ പ്രതിനിധികളുടെ ഡീനായി, നേതാവായി വർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനത്തെ മുക്തകണ്ഠം പ്രശംസിക്കാൻ മാർപ്പാപ്പ ശ്രമിച്ചു. അതുതന്നെയല്ല, കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയും വളരെ ആദരവോടെയാണ് ഈ സ്ഥാനത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തെ പ്രകീർത്തിച്ചിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. മാർപ്പാപ്പ തൻ്റെ പ്രസംഗത്തിൽ തുടർന്ന് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: എൻ്റെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ആശംസാ സന്ദേശങ്ങൾ അയച്ചവരും ഫ്രാൻസിസ് പാപ്പായുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചവരുമായ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആദ്യമേ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പരിശുദ്ധ സിംഹാസനവുമായി നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യത്തിൽ നിന്ന് പോലും ഇങ്ങനെ അനുമോദനത്തിൻ്റെയും അനുശോചനത്തിൻ്റെയും, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അനുശോചനത്തിൻ്റെയും സന്ദേശങ്ങൾ ലഭിച്ചു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇത് പരസ്പര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ആദരപൂർവം കാണുന്നതിൻ്റെ ഒരു അടയാളമായി, തെളിവായി എടുത്തു കാട്ടുകയും ചെയ്തു. നമ്മുടെ സംവാദങ്ങളിൽ നാം ഒരു കുടുംബമാണ് എന്ന ബോധം കാത്തു പരിപാലിക്കപ്പെടണമെന്ന് പരിശുദ്ധ പിതാവ് ആദ്യമേ തന്നെ പറഞ്ഞു. ഇതൊരു കുടുംബമാണ്, മാർപ്പാപ്പ പറയുകയാണ്. അത് എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് ശക്തമായി മാർപ്പാപ്പ പറഞ്ഞു. തീർച്ചയായും നയതന്ത്ര സമൂഹം, ഇത് പ്രത്യേകം ബന്ധം പുലർത്തുന്ന ഓരോ രാജ്യത്തിൻ്റെയും പ്രതിനിധികളാണല്ലോ. ഈ സമൂഹം മുഴുവൻ ജനതകളുടെയും കുടുംബത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് മാർപ്പാപ്പ അവരോട് പറഞ്ഞു. ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളെയും അതിന് അർത്ഥവും ദിശയും പ്രദാനം ചെയ്യുന്ന മാനുഷികവും ആത്മീയവുമായ മൂല്യങ്ങളെയും പങ്കുവയ്ക്കുന്ന ഒരു കുടുംബമാണ് ഇത് എന്ന് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നയതന്ത്രം
ആ ബന്ധം എല്ലാ രാജ്യങ്ങളുമായി ബന്ധം പുലർത്തുന്നത് എന്തിനാണ്? സഭയുടെ സഭാത്മകതയുടെ പ്രകാശനമാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. എല്ലാവരുമായുള്ള ഒരു ഐക്യത്തിൻ്റെ സാർവത്രികമായ ഒരു മാനം സഭയ്ക്കുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രകാശനമാണ്. അജപാലന പ്രവർത്തനത്തിൻ്റെ പ്രചോദനത്തിലാണ് പരിശുദ്ധ സിംഹാസനം അതിൻ്റെ നയതന്ത്ര പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് എന്നും മാർപ്പാപ്പ പറഞ്ഞു. തങ്ങളുടെ അജപാലന പ്രവർത്തനത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി ഇതിനെ കാണുകയാണ്. എന്തെങ്കിലും വിശേഷ അവകാശം തേടുന്നതിന് വേണ്ടി അല്ല ഇത് നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞു. തങ്ങളുടെ ഒരു വലിയ ദൗത്യം നിർവഹിക്കുകയാണ്. മാനവരാശിയുടെ സേവനത്തിനായി സുവിശേഷവൽക്കരണ ദൗത്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയാണ് പാപ്പ. എല്ലാത്തരം നിസ്സംഗതയെയും എതിർത്തുകൊണ്ട് അത് മനസാക്ഷികളോട് അഭ്യർത്ഥന നടത്തുന്നു. നയതന്ത്ര ബന്ധത്തിൽ ഇതാണ് സഭയ്ക്ക് ചെയ്യാനുള്ളത്. ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മുമ്പിൽ, ലോകത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ നിസ്സംഗതയോടെ നിൽക്കാതെ, അതാണ് മാർപ്പാപ്പ പറയുന്നത്. അതിനെ എതിർത്തുകൊണ്ട് എല്ലാ മനസാക്ഷികളോട്, എല്ലാ നല്ല മനുഷ്യരുടെയും മനസാക്ഷികളോട് അഭ്യർത്ഥന നടത്തുകയാണ് ചെയ്യുന്നത്. ദരിദ്രർ, അത്യാവശ്യക്കാർ, പാർശ്വങ്ങളിൽ കഴിയുന്നവർ എന്നിവരുടെ വിലാപത്തോട് നിതാന്ത ജാഗ്രത ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമാണിത്. സൃഷ്ടിയുടെ സംരക്ഷണം മുതൽ നിർമ്മിത ബുദ്ധി വരെ ഉള്ള സമകാലിക വെല്ലുവിളികളെ നേരിടുകയും ചെയ്യാൻ അത് ഉദ്ദേശിക്കുന്നു. എൻ്റെ മുൻഗാമി, ആദരണീയനായ എൻ്റെ മുൻഗാമി ഈ പരിശ്രമം നിരന്തരം നടത്തിയിട്ടുണ്ട് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റിയാണ് പറയുന്നത്. ഞാൻ അഭിമാനപൂർവം സാക്ഷ്യം വഹിക്കുന്നു എന്ന് പാപ്പ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പരിശുദ്ധ സിംഹാസനത്തോടുള്ള ആദരവിൻ്റെ അടയാളമാണിത്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, അതിനപ്പുറം പോകുന്നു. നിങ്ങളുടെ ഇന്നത്തെ സാന്നിധ്യം, ഇന്നിപ്പോൾ എൻ്റെ അടുക്കൽ നമ്മൾ ഒന്നിച്ച് കൂടിയിരിക്കുന്നത് എനിക്കൊരു ദാനം കൂടിയാണ് എന്ന് പാപ്പ പറയുകയാണ്. നിങ്ങൾ എനിക്ക് നൽകുന്ന ഒരു ആദരം കൂടിയാണ്, എനിക്ക് നൽകുന്ന ഒരു ദാനമാണ് എന്ന് പറയുകയാണ്. സത്യം, നീതി, സമാധാനം എന്നിവ ആവശ്യമുള്ള, അതിനായി കേഴുന്ന ഭൂമിയിലെ എല്ലാ ജനതകളെയും വ്യക്തികളെയും അവർക്കരികിലെത്തി ആശ്ലേഷം ചെയ്യുക എന്ന സഭയുടെയും എൻ്റെയും അഭിലാഷം നവീകരിക്കാൻ നിങ്ങൾ ഇതുവഴി ഒരവസരമുണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ വരവ്, കൂടിവരവ് അതിന് അവസരമായിരിക്കുന്നു പാപ്പ പറയുകയാണ്. ഒരു തരത്തിൽ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന എൻ്റെ തന്നെ വ്യക്തിപരമായ ജീവിതാനുഭവം അതിരുകൾ അതിലംഘിച്ച് വ്യത്യസ്തമായ ജനതകളെയും സംസ്കാരങ്ങളെയും കണ്ടുമുട്ടാനുള്ള അഭിലാഷത്താൽ മുദ്രിതമാക്കപ്പെടുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നമുക്കറിയാം, യൂറോപ്പിൽ നിന്നാണ് പരിശുദ്ധ പിതാവിൻ്റെ കുടുംബം അമേരിക്കയിലേക്ക്, നമുക്കറിയാം വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയത്. ചിക്കാഗോയിലാണ് അദ്ദേഹം ജനിച്ചത്. നമുക്ക് ആ കഥയൊക്കെ അറിയാം, ഇതിനോടകം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം, കർമ്മരംഗം വളരെ കാലം തെക്കേ അമേരിക്കയിലാണ്, ലാറ്റിൻ അമേരിക്കയിലാണ്, പെറുവിലാണ്. അവിടെ ഒരു കുടിയേറ്റം പോലെയാണ് താൻ ഈ ദൗത്യം നിർവഹിച്ചത് എന്ന് പറയുകയാണ്. ഇറ്റലിയിൽ നിന്ന് സ്പാനിഷ് ഇറ്റാലിയൻ ബന്ധം പൂർവികര് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാർപ്പാപ്പ തൻ്റെ ജീവിതാനുഭവം പറയുകയാണ്. വ്യത്യസ്തമായ ജനതകളെയും സംസ്കാരങ്ങളെയും കണ്ടുമുട്ടാനുള്ള അഭിലാഷം അതിൻ്റെ പിന്നിലുണ്ട്, അതിനാൽ മുദ്രിതമാണിത് എന്ന്. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ സുദൃഢവും ക്ഷമാപൂർവമായ പ്രവർത്തനത്തിലൂടെ, നമുക്കറിയാം വത്തിക്കാൻ്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട്. അവരാണ് ഈ ലോകവുമായി കൂടുതൽ അടുത്ത് ബന്ധപ്പെടുന്നത് പാപ്പായ്ക്ക് വേണ്ടി. നിങ്ങളുമായും നിങ്ങളുടെ രാജ്യങ്ങളുമായി സംവാദവും ധാരണയും
ശക്തിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ് സെക്രട്ടറിയിലൂടെ നിങ്ങളുമായി, എല്ലാ രാജ്യങ്ങളുമായി ബന്ധം പുലർത്താൻ, സുദൃഢമായി ബന്ധം പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവരെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും അഗസ്റ്റീനിയൻ പ്രിയോർ ജനറലായിരുന്ന സമയത്ത്, നമുക്കറിയാം അഗസ്റ്റീനിയൻ സഭയിൽ നിന്നുള്ള മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിന് പ്രിയോർ ജനറൽ, അതിൻ്റെ തലവൻ എന്ന നിലയിൽ ലോകമെമ്പാടും പോകാനുള്ള അവസരമുണ്ടായതിനെ പറ്റിയാണ് മാർപ്പാപ്പ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ഈ രാജ്യങ്ങളിൽ പലതും സന്ദർശിക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അതൊരു അനുഗ്രഹമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. തീർച്ചയായും അത് വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ വരുന്ന രാജ്യങ്ങളെ അറിയാനുള്ള കൂടുതൽ അവസരങ്ങൾ ദൈവകൃപയാൽ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള തൻ്റെ ആ ഒരാഗ്രഹത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അവിടെയും പ്രേക്ഷിത പ്രവർത്തനമായി കർത്താവിനെ അറിയുക, സുവിശേഷം അറിയിക്കുക, സമാധാനം പ്രസംഗിക്കുക, ലോകത്തെ മുഴുവൻ ഐക്യത്തിലേക്ക് നയിക്കുക എന്നീ തരത്തിലാണല്ലോ മാർപ്പാപ്പമാർ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. അതിന് അവസരമുണ്ടാകുമെന്ന് മാർപ്പാപ്പ വിശ്വസിക്കുകയാണ്. അങ്ങനെ ലോകമെമ്പാടുമുള്ള സഹോദരീ സഹോദരന്മാരുടെ വിശ്വാസം ദൃഢീകരിക്കാനും സന്മനസ്സുള്ള എല്ലാ മനുഷ്യരുമായി പുതിയ പാലങ്ങൾ നിർമ്മിക്കാനും ഇത് അവസരമൊരുക്കുമെന്നും മാർപ്പാപ്പ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരുമായുള്ള ഒരു ബന്ധങ്ങൾ തീർക്കാൻ അത് സഹായിക്കുമെന്ന്. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നയതന്ത്ര ലക്ഷ്യത്തിൻ്റെയും നെടുംതൂണുകളായി 3 അനിവാര്യ പദങ്ങൾ മാർപ്പാപ്പ ഈ പ്രസംഗത്തിൽ 3 കാര്യങ്ങളാണ് ഊന്നൽ കൊടുത്ത് പറയുന്നത്. അത് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നയതന്ത്ര ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്, അല്ലെ നെടുന്തൂണുകളാണ്. വർദ്ധിക്കുന്ന 3 പദങ്ങൾ നമ്മുടെ സംവാദങ്ങളിൽ മനസ്സിൽ വയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നയതന്ത്ര പ്രതിനിധികളോട് പാപ്പ ഇവിടെ സൂചിപ്പിച്ചു. ആദ്യത്തെ പദം മാർപ്പാപ്പ പറയുന്നത് സമാധാനം എന്ന പദമാണ്. മിക്കപ്പോഴും നാം ഇതിനെ ഒരു നിഷേധാത്മക പദമായി കരുതാറുണ്ട് എന്ന് മാർപ്പാപ്പ സൂചിപ്പിച്ചു. പലപ്പോഴും എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് വശം, അതിൻ്റെ ഒരു ഭാവാത്മക വശത്തേക്കാൾ നിഷേധാത്മകമായ ഒരു വശം ആണ് എപ്പോഴും ഊന്നിപ്പറയുന്നത്. അതായത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് യുദ്ധവും സംഘർഷവും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പം നെഗറ്റീവായിട്ടാണ് പറയുന്നത്. യുദ്ധമില്ലാത്ത അവസ്ഥ, സംഘർഷങ്ങളില്ലാത്ത അവസ്ഥ എന്ന പേരിലാണ് ഈ സമാധാനം എന്നതുകൊണ്ട് പലപ്പോഴും നാം ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിലാണ് പൊതുവെ പറയുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. പക്ഷെ അങ്ങനെയല്ല, ഭാവാത്മകമായി നമുക്ക് പറയാൻ കഴിയണം. അതാണ് മാർപ്പാപ്പയുടെ നിലപാട്. എന്തെന്നാൽ അതിൻ്റെ കാരണം പറയുകയാണ്. ഭവനങ്ങളിലും തൊഴിൽ ഇടങ്ങളിലും സമൂഹത്തിലും നിരന്തരം ഇൻവെർട്ടഡ് കോമാസിലാണ് പാപ്പ പറയുന്നത്, സംഘർഷാവസ്ഥയിൽ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും വിധം ഏറ്റുമുട്ടൽ മനുഷ്യ സ്വഭാവത്തിൻ്റെ എക്കാലവുമുള്ള ഭാഗമാണെന്ന് കരുതുന്നത് കൊണ്ടാണ് ഇത്. നമുക്കറിയാം, നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ജീവിക്കുന്നിടത്തെല്ലാം വഴക്ക്, സംഘർഷം, കലഹം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത സ്വാഭാവികമായി തന്നെ ഉണ്ട്. അത് മാർപ്പാപ്പ പറയുകയാണ്. സമാധാനം എന്നത് അതുകൊണ്ട് 2 തർക്കങ്ങൾക്കിടയിലുള്ള ഒരു ചെറുവിരാമമായി മാത്രം കാണപ്പെടുന്നുണ്ട്. യുദ്ധം ഇല്ലാത്ത ഒരു കാലഘട്ടം, ഒരവസ്ഥ, വഴക്കില്ലാത്തൊരവസ്ഥ ആയി കാണപ്പെടുന്നുണ്ട്. നാം എത്ര കഠിനമായി ശ്രമിച്ചാലും പിരിമുറുക്കം എപ്പോഴും നിലനിൽക്കുകയാണ് എന്ന് പാപ്പ പറയുകയാണ്. മനുഷ്യ സ്വഭാവത്തിൽ ഇതുണ്ട്. ഒന്നിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നിടത്ത് ഇതുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ പോലുമുണ്ട്. ഏറ്റവും ഗാഢമായ സമൂഹമാണല്ലോ അത്. ചാരത്തിനടിയിൽ എരിയുന്ന തീക്കനൽ പോലെ ഏതു നിമിഷവും ആളിക്കത്താൻ തയ്യാറായിക്കൊണ്ട്
അതവിടെ ഉണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതുകൊണ്ടാണ് ഇതില്ലാത്ത അവസ്ഥ സമാധാനം, ഒരു നെഗറ്റീവ് രീതിയിലാണത് പറയുന്നത് എന്ന് മാർപ്പാപ്പ ഇവിടെ സൂചിപ്പിക്കുന്നത്. ക്രൈസ്തവ കാഴ്ചപ്പാടിലും മാർപ്പാപ്പ പറയും ഇതര മതപാരമ്പര്യങ്ങളിലും സമാധാനം പ്രധാനമായും ഒരു ദാനമാണ്. അത് നമ്മൾ മറക്കരുത്. വിശ്വാസത്തിൻ്റെ തലത്തിൽ സമാധാനം ഒരു ദാനമാണ്. ക്രിസ്തുവിൻ്റെ ഈശോയുടെ ആദ്യ ദാനം തന്നെയാണിത്. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കുമ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറയും. ലോകം തരുന്നത് പോലെയല്ല, ഞാൻ തരുന്ന സമാധാനം നിങ്ങളിൽ എന്നും കുടികൊള്ളുന്നതാണ്. അന്ത്യാത്താഴ സമയത്താണ് മാർപ്പാപ്പ ഇത് പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വചനമാണത്, നമുക്കറിയാമല്ലോ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് തന്നിട്ടാണ് അവിടുന്ന് ഈ ലോകം വിട്ട് പോകുന്നത്. അത് സജീവവും ഒഴിച്ചുകൂടാനാവാത്തതുമായ ദാനമാണ് എന്ന് മാർപ്പാപ്പ പറയാം. സജീവമാണ്, ലിവിങ് ആണ്, ആക്റ്റീവാണ്, ക്രിയേറ്റീവാണ്. ഒഴിച്ചുകൂടാൻ അത് അത്യാവശ്യമായ ഒരു ദാനമാണ്. അത് നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലവും മതപരമായ ചായ്വുകളും എന്തായിരുന്നാൽ തന്നെയും, നമുക്കറിയാം, എന്തായിരുന്നാൽ തന്നെയും നമ്മെ ഓരോരുത്തരെയും കാര്യമായി വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അത് എല്ലാവരെയും വെല്ലുവിളിക്കുന്നുണ്ട്. സമാധാനം, ആ ദാനം സ്വീകരിച്ച ദാനത്തിൽ ജീവിക്കാൻ. ഒന്നാമതായി നമ്മൾ ആദ്യം പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരിശ്രമം ആവശ്യമുണ്ട്. അകന്തയും പ്രതികാര മനോഭാവവും ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ വാക്കുകൾ സസൂക്ഷ്മം തിരഞ്ഞെടുത്തുകൊണ്ട് സമാധാനം ഹൃദയത്തിൽ നിന്നും പടുത്തുയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആയുധങ്ങൾക്ക് മാത്രമല്ല, മാർപ്പാപ്പ പറയും, ഇത് വളരെ ശ്രദ്ധിക്കണം. മാർപ്പാപ്പ മറ്റൊരവസരത്തിലും ഇത് പറയുകയുണ്ടായി. ആദ്യ ദിവസങ്ങളിൽ തന്നെ വചനങ്ങൾ, നമ്മുടെ വാക്കുകളെ മീഡിയ പ്രവർത്തകരോട് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. കൊല്ലുന്നതാണ് വാക്കുകൾ, അതുകൊണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് പാപ്പ പറഞ്ഞു. ഇവിടെയും പറയുകയാണ്, ആയുധങ്ങൾക്ക് മാത്രമല്ല വാക്കുകൾക്കും മുറിപ്പെടുത്താനും കൊല്ലാൻ പോലും കഴിയും. നമ്മുടെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ എല്ലാ മനുഷ്യരിൽ നിന്നും മറ്റുള്ളവർക്കുണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത്, നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷ്മമായി തിരഞ്ഞെടുക്കേണ്ട ഒന്നാണ്. അങ്ങനെ സമാധാനം ഹൃദയത്തിൽ നിന്നും പടുത്തുയർത്തപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതാണ് മാർപ്പാപ്പ അവിടെ സൂചിപ്പിച്ചത്. ഈ തരുണത്തിൽ മാർപ്പാപ്പ പറയുകയാണ്, സമാധാന അന്തരീക്ഷം വളർത്തിയെടുക്കാൻ മതങ്ങൾക്കും മതാന്തര സംവാദങ്ങൾക്കും മൗലിക സംഭാവന നൽകാനാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർപ്പാപ്പ പറയുകയാണ്, മതങ്ങൾക്ക് സാധിക്കും സമാധാന അന്തരീക്ഷം വളർത്തിയെടുക്കാൻ. മതങ്ങളാണ് ഉണ്ടാകേണ്ടത്. സമാധാനത്തിന് വേണ്ടിയുള്ള സമാധാന പ്രാർത്ഥനകൾ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലം മുതൽ സഭ നടത്തുന്നതാണ്. പ്രത്യേകിച്ച് അസിസിയിൽ നടന്നിട്ടുള്ള സമ്മേളനങ്ങൾ, സർവമത സമ്മേളനങ്ങൾ, അവിടെയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സമാധാനമുണ്ടാകുന്നതിനാണ്. അതോടൊപ്പം തന്നെ മതങ്ങൾ തമ്മിലുള്ള സംഭാഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സമാധാനത്തിന് മൗലികമായ സംഭാവന ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. സ്വാഭാവികമായും എല്ലാ രാജ്യങ്ങളിലും മതസ്വാതന്ത്ര്യം പൂർണ്ണമായി ആദരിക്കപ്പെടേണ്ടത് ഇതിന് ആവശ്യമാണ്. മതസ്വാതന്ത്ര്യം പൂർണ്ണമായി ആദരിക്കപ്പെടണം. എങ്കിൽ മാത്രമേ സമാധാനം ലോകത്തുണ്ടാകൂ. എന്നാൽ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ അനിവാര്യമായ ഒരു മാനമാണ് മതപരമായ അനുഭവം. മനുഷ്യൻ്റെ ആദ്യ നാളുകൾ മുതൽ, മനുഷ്യൻ ഈ ലോകത്തുണ്ടായ നാളുകൾ മുതൽ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു വലിയ ഭാവമാണ് മതാനുഭവം എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ മതങ്ങളൊക്കെ ഉണ്ടാകുന്നത്, വിശ്വാസം വരുന്നത്. ഈ ഭൗതികമായ ജീവിതത്തിനപ്പുറം പോകുന്ന, അതിനെ അതിശയിക്കുന്ന ഒരു മാനം,
അവൻ്റെ ജീവിതത്തിലുണ്ട് എന്നത് നാം എല്ലാം നിത്യേന കാണുന്ന അനുഭവിക്കുന്ന കാര്യമാണ്. അത് സാധ്യമല്ലെങ്കിൽ, ഈ മതപരമായ അനുഭവം നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, സമാധാനപരമായ ബന്ധങ്ങൾ പടുത്തുയർത്താനായി ഹൃദയങ്ങളുടെ ശുദ്ധീകരണം സാധ്യമാക്കുന്നത് വിഷമകരമായിരിക്കും. അതാണ് മാർപ്പാപ്പ പറയുന്നത്. സമാധാനപരമായ ബന്ധങ്ങൾ പടുത്തുയർത്താനായി ഹൃദയങ്ങളുടെ ശുദ്ധീകരണം നടക്കണം. അത് നടക്കുന്നത് മതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, ആത്മീയതയുടെ തലത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ വഴിയാണ് അത് നടക്കുന്നത്. ഈ പരിശ്രമത്തിൽ പങ്കുകാരാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ, എല്ലാവരും ഇതിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. എല്ലാ സംഘർഷങ്ങളുടെയും മൂല കാരണം തുടച്ചു നീക്കാനും കീഴടക്കാനുമുള്ള വിനാശകരമായ എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതാക്കാനും ഇത് തുടക്കമാകും. അങ്ങനെയാണ് നമുക്ക് പറ്റുന്നത്. നമ്മുടെ പരിശ്രമമാണ്. അതുകൊണ്ടാണ് ഈ പരിശ്രമം എന്ന് മാർപ്പാപ്പ പറഞ്ഞത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു പരിശ്രമം സമാധാനത്തിന് ഉണ്ടാകണം. ഈശോ സമാധാനം നമുക്ക് ആശംസിക്കുമ്പോഴും നമ്മൾ ദൈവപുത്ര മലയിലെ പ്രസംഗത്തിലെ സൗഭാഗ്യത്തിൽ പറയുന്നൊരു വചനം നമുക്കറിയാമല്ലോ. സമാധാന പാലകർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. ദൈവികമായൊരു പ്രവർത്തനമാണത്. സമാധാനമുണ്ടാക്കുക. സമാധാനം കാക്ഷിക്കുന്നവരാണ് എല്ലാവരും, സ്വസ്ഥമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനു വേണ്ടിയുള്ളൊരു പരിശ്രമത്തിലേക്കാണ് പരിശുദ്ധ പിതാവ് നമ്മെ ക്ഷണിക്കുന്നത്. അത് പ്രധാനമാണ്. സംഘർഷത്തിന് പകരം എന്താണ് ചെയ്യേണ്ടത്? ആശയവിനിമയത്തിനുള്ള അഭിലാഷത്താൽ പ്രചോദിതമായി, അതിനാണ് ആശയവിനിമയത്തിനുള്ള അഭിലാഷം, പരസ്പര സംഭാഷണത്തിലേക്ക് വരാനാണ് ക്ഷണിക്കുന്നത്. അതാണ് ഏകമാർഗം. കാര്യങ്ങൾ വിശദീകരിക്കുക സത്യസന്ധതയോടെ, തുറവോടെ നമുക്ക് കാണാൻ കഴിയണം. സംവാദത്തിൽ വ്യാപൃതമാകാനുള്ള യഥാർത്ഥ അഭിലാഷം നമ്മിൽ നിന്നെല്ലാം ഇത് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് സമാധാനമുണ്ടാക്കുന്നത്. സംഭാഷണം അതിനാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഫലമായി, ഈ സംവാദത്തിൻ്റെ ഫലമായി ബഹുതല നയതന്ത്രജ്ഞരോടാണല്ലോ പറയുന്നത്. നയതന്ത്രജ്ഞതയ്ക്ക് എന്താണ് ഉണ്ടാകുന്നത്? പുതുജീവൻ നൽകേണ്ടതിൻ്റെ ആവശ്യം ഉണ്ടാകുന്നു. പുതുജീവൻ നൽകണം. അന്താരാഷ്ട്ര സമൂഹങ്ങൾക്കിടയിൽ ഉയർന്നു വന്നേക്കാവുന്ന തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് മരണത്തിൻ്റെയും വിനാശത്തിൻ്റെയും ഉപകരണങ്ങളുടെ ഉൽപ്പാദനം നിർത്തിവയ്ക്കാനുള്ള ദൃഢതീരുമാനം സ്വാഭാവികമായും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. UNOയെ കുറിച്ചൊക്കെയാണ് മാർപ്പാപ്പ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സമാധാനമുണ്ടാകുന്നതിന് യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഉൽപ്പന്നങ്ങൾ, യുദ്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരു കൺട്രോൾ ഉണ്ടാകണമെന്നാണ് മാർപ്പാപ്പ ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് മറക്കരുത്. അതുവഴിയേ നമുക്ക് സമാധാനം ഉണ്ടാകും. യുദ്ധക്കോപ്പുകൾ ഉണ്ടാക്കുകയാണ് ലോകം. എന്തുമാത്രം പണമാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. മനുഷ്യൻ്റെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടി ചെലവഴിക്കേണ്ട പണമാണ് യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കാൻ. പ്രത്യേകിച്ച് ഇന്നത്തെ യുദ്ധങ്ങളെല്ലാം വളരെ സങ്കീർണമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന് നിയന്ത്രണം വേണമെന്ന് മാർപ്പാപ്പ സൂചിപ്പിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ നഗരത്തിനും ലോകത്തിനുമായുള്ള തൻ്റെ അവസാന സന്ദേശത്തിൽ, നമുക്കറിയാമല്ലോ പരിശുദ്ധ പിതാവ് ഉയർപ്പ് ഞായറാഴ്ച നൽകിയ സന്ദേശമാണ് തൻ്റെ അവസാനത്തെ സന്ദേശം. ലോകത്തിനും പട്ടണത്തിനും റോമാ നഗരത്തിനും സമാധാനം ആശംസിക്കുന്ന കാര്യമാണ് അതിലൂടെ നടക്കുന്നത്. അതിൽ മാർപ്പാപ്പ എടുത്തു പറഞ്ഞത് നമുക്കറിയാം. യഥാർത്ഥ നിരായുധീകരണമില്ലാതെ സമാധാനം സാധ്യമല്ല. സ്വന്തം പ്രതിരോധത്തിനായി ഓരോ ജനതയും ചെയ്യേണ്ട കാര്യങ്ങൾ ആയുധ മത്സരത്തിലേക്ക് മാറ്റപ്പെടരുത് എന്ന് പരിശുദ്ധ പിതാവ് ഏപ്രിൽ 20 ഈ കൊല്ലം ഏപ്രിൽ 20 പറഞ്ഞതാണ്, ഉയർപ്പ് ഞായറാഴ്ച ദിവസം. അതുകൊണ്ട് അത് തന്നെ മാർപ്പാപ്പ തൻ്റേതാക്കി അവതരിപ്പിക്കുകയാണ് ലയോ മാർപ്പാപ്പ.
യഥാർത്ഥ നിരായുധീകരണമില്ലാതെ സമാധാനം സാധ്യമല്ല. സ്വന്തം പ്രതിരോധത്തിനായി ഓരോ ജനതയും ചെയ്യേണ്ട കാര്യങ്ങൾ ആയുധ മത്സരത്തിലേക്ക് മാറ്റപ്പെടരുത്. എല്ലാവർക്കും അവകാശമുണ്ട് തങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ, പ്രതിരോധിക്കാൻ, വളരാൻ, സംരക്ഷിക്കാൻ. പക്ഷേ അതൊരായുധ മത്സരമായി, ആയുധ നിർമ്മാണ പ്രവർത്തനമായി മാറരുത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. 3 പദങ്ങളെ പറ്റിയാണ് മാർപ്പാപ്പ പറയാൻ ആഗ്രഹിച്ചത്. അതിൽ ഒന്നാമത്തെ പദം സമാധാനമാണ്. സമാധാനത്തെ പറ്റിയുള്ള തൻ്റെ ചിന്ത സുന്ദരമാണ്. ലോകം ഇത് കേട്ടിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സഭയുടെ സാമൂഹിക പ്രബോധനത്തിൽ ആ കാര്യം വളരെ വ്യക്തമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു സാമൂഹിക പ്രബോധനം എന്ന നിലയിലാണ് പാപ്പ നയതന്ത്രജ്ഞന്മാരോട്, വത്തിക്കാനിലുള്ള അവരോട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ എപ്പിസോഡ് അവസാനിക്കാൻ സമയമായി. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ പ്രസംഗം തീർന്നിട്ടില്ല. മാർപ്പാപ്പ 2 പദങ്ങൾ കൂടി നമ്മുടെ മുമ്പിൽ പരിചിന്തനത്തിനായി അവതരിപ്പിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ അത് കാണാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം.